അപ്പോൾ ഫ്രീഡം ലൈഫ് എന്ന് പരിചയപ്പെടുന്നത് എസ്ലെ സൂപ്പർ പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഹെഡ് റെസ്റ്റോട് കൂടി വരുന്ന ഒരു ഈസി ഫോൾഡിംഗ് ലൈറ്റ് വെയ്റ്റ് വീൽ ചെയർ ആണ്. അലുമിനി ഫ്രെയിമിൽ വരുന്ന രണ്ട് ഭാഗത്തേക്കും സിഗ്നലൊക്കെ വളരെ സ്മൂത്തായിട്ട് ഇട്ടുകൊണ്ട് മോട്ടോർ മോഡലും മാനുവൽ മോഡലും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ലൈറ്റ് വെയ്റ്റ് ബാക്ക് റെസ്റ്റ് റിക്ലൈനിങ് ചെയ്യാൻ പറ്റുന്ന ഒരു വീൽ ചെയർ ആണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത്. വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന, ഇതേപോലെ മാനുവൽ മോഡലാണെങ്കിൽ മാനുവൽ മോഡൽ ഇങ്ങനെ നമുക്ക് ബൈസ്റ്റാൻഡർമാർക്ക് തള്ളിക്കൊണ്ടുപോകാനും, അതുപോലെ തന്നെ മോട്ടോർ മോഡലാണെങ്കിൽ നമുക്കിങ്ങനെ ഓടിച്ചു കൊണ്ടുപോകാനും പറ്റുന്ന ഒരു മോഡലാണിത്. ഇത് വളരെ ഈസി ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ വാഹനങ്ങളുടെ ഡിക്കിലൊക്കെ വെച്ച് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഈ കാണുന്ന വീൽ ചെയർ ആർക്കെങ്കിലും വാങ്ങിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് നിങ്ങളുടെ വീട്ടിൽ ഡെലിവറി ചെയ്യുന്നതാണ്. നമുക്ക് ഇൻഡിക്കേഷൻ ഒക്കെ നല്ല പവർഫുൾ ആയിട്ടുള്ള ഇൻഡിക്കേഷൻ ആണ് കേട്ടോ. ലെഫ്റ്റ് ആണ് റൈറ്റ് ആണ് റോഡിലൂടെ പോകുമ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഫ്രണ്ടിലും ബാക്കിലും ഇൻഡിക്കേഷൻ വരുന്നുണ്ട്. ഇത് ഫോൾഡ് ചെയ്യാനായിട്ട് ഇതിൻ്റെ ബാക്കിൽ ചെറിയൊരു ലോക്ക് വരുന്നുണ്ട്. അത് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ആ ലോക്ക് നമുക്ക് അൺലോക്ക് ചെയ്യാം. അത് നമുക്ക് ഫൂട്രസ് ഒന്ന് മേളിലേക്ക് ഇങ്ങനെ പൊക്കി വെക്കുക, പൊക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെക്കുക. അത് അതേപോലെ കയറ്റി വെക്കാം. ഇനി വീൽ ചെയർ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതേപോലെ മടക്കിയിട്ട് ഇങ്ങനെ ഈസി ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നൊരു മോഡാണ്. ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര വലിപ്പമാണ് ഇതുണ്ടാവുക. അതിൻ്റെ അടിയിൽ അതുപോലെ തന്നെ നമുക്ക് വലിച്ചുകൊണ്ട് പോകാനുള്ളൊരു ലിവർ വരുന്നുണ്ട്. അത് വലിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതേപോലെ നമുക്കിപ്പോൾ എവിടെയെങ്കിലും പോകണ യാത്രാവേളയിലൊക്കെ ഇതിങ്ങനെ വലിച്ചുകൊണ്ട് നമുക്ക് പോകാൻ പറ്റും. അതിനോടൊപ്പം തന്നെ കാറിൻ്റെ ഡിക്കിലൊക്കെ വളരെ ഈസി ആയിട്ട് ഇങ്ങനെ വെക്കാനും പറ്റുന്ന ഒരു മോഡലാണ് എസ്ലെ സൂപ്പർ പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ. അതുപോലെ തന്നെ ഇത് അൺഫോൾഡ് ചെയ്യാനും വളരെ ഈസിയാണ്. ജസ്റ്റ് നമ്മൾ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് അൺഫോൾഡ് ചെയ്യാം. അതിൻ്റെ ശേഷം ഫൂട്രസ് നിർത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് മോട്ടോർ മോഡലാക്കിയിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. അൺഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ലോക്ക് ചെയ്യാൻ മറക്കരുത്. കാരണം ലോക്ക് ചെയ്തിട്ടുള്ള വീൽ ചെയർ ഓട്ടോമാറ്റിക്കലി ഫോൾഡ് ആവും. അപ്പോൾ അതിന് വേണ്ടി ലോക്ക് ചെയ്യുക. അതിന് ശേഷം നമ്മളെ വീൽ ചെയറിൻ്റെ മോട്ടറിൽ കാണുന്ന ലിവർ രണ്ടും നമ്മൾ മോട്ടോർ മോഡിലേക്ക് മാറ്റുക. ഇതേപോലെ കണ്ടോ, ഇതിപ്പോൾ മോട്ടോർ മോഡിലാക്കിയാൽ വളരെ ഈസി ആയിട്ട് ജോയ്സ്റ്റിക്കിൽ ഒരു വിരൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് മോട്ടോർ മോഡിൽ ഒരു മണിക്കൂറിൽ 6 കിലോമീറ്റർ സ്പീഡിൽ വളരെ ഈസി ആയിട്ട് ഉപയോഗിച്ചുകൊണ്ട് പോകാൻ പറ്റും. 20 എച്ച് ബാറ്ററിയാണ് ഇതിൽ വരുന്നുണ്ട്. ആ 20 എച്ച് ബാറ്ററി ഉപയോഗിച്ചിട്ട് 10 മുതൽ 15 കിലോമീറ്റർ വരെ നമുക്കിത് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ബാക്ക് റെസ്റ്റ് നമുക്ക് റിക്ലൈൻ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൽ ആളിരിക്കുമ്പോൾ ഇവിടെ ഒരു ലിവർ വരുന്നുണ്ട്. ആ ലിവർ പിടിച്ച് താഴ്ത്തി കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കണമെങ്കിൽ, കുറേ നേരം ഇരുന്നിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കാൻ തോന്നുകയാണെങ്കിൽ ഈ ഒരു രൂപത്തിൽ നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും, റിക്ലൈൻ ചെയ്തിട്ട് ജസ്റ്റ് തലയൊക്കെ റെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് സുഖമായിട്ട് ഇതിൽ കിടക്കാൻ പറ്റും എന്നുള്ളതാണ് എസ്ലെ സൂപ്പർ പ്ലസ് എന്ന് പറഞ്ഞുള്ള വീൽ ചെയറിൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ അത് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്രണ്ടിലേക്ക് പൊങ്ങിക്കഴിഞ്ഞാൽ അത് ലിവർ പിടിച്ചു കഴിഞ്ഞാൽ അതേപോലെ തന്നെ അത് ഫ്രണ്ടിലേക്ക് പഴയ രൂപത്തിൽ തന്നെ നമുക്ക് എവിടെയാണോ വേണ്ടി വെച്ചാൽ അവിടെ കൊണ്ടുവന്നിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും.